പേടിച്ചു പോയെന്ന് കേസെടുത്ത് പ്രദേശാധികാരി പ്രതികരണം അങ്ങനെ വന്നേക്കുന്നത്. കേസെടുത്ത് പേടിച്ചു പോയെന്ന് പ്രദേശം. അത് ജനാധിപത്യ വിരുദ്ധമാണ്. ആ പ്രയോഗം ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടിൻ്റെ ബഹിർമുഖ രൂപമാണത്. ആ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഭരണത്തെയും ഭരണകൂടത്തെയും ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന എല്ലാറ്റിൽ നിന്നും മോചിതമായ ഒരവസ്ഥയിലാണ് ഞാനുള്ളത് എന്നതിൻ്റെ പരസ്യമായ പ്രഖ്യാപനമാണ്. അത് ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്. ഒരു സംഘർഷാവസ്ഥയില്ല, ഒരു സംഘർഷാവസ്ഥയുമില്ല ഇവിടെ ഉള്ളതെന്താ പറഞ്ഞാൽ കടന്നാക്രമണം. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇന്നലെ ചെയ്തിട്ടുള്ളത് പോലീസുകാരെയും അതുപോലുള്ള എല്ലാവരെയും കടന്നാക്രമിക്കുകയായിരുന്നു. അതല്ലാതെ വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സംഘർഷമൊന്നും അതിന് പേര് പറയാൻ പറ്റില്ല. കയറി ആക്രമിക്കുന്നതിന് സംഘർഷം എന്താ പറയുക? നിങ്ങളെന്തിനാ ആ പദവി ഉപയോഗിക്കുന്നത്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ആ പദത്തിന് എന്താ അർത്ഥമുള്ളത്? പിന്നെ ആ സംഘർഷം അതോടുകൂടി ആ സംഘർഷത്തിൻ്റെ അർത്ഥം തരാൻ പോയില്ലേ? നിങ്ങൾ കടന്നാക്രമിക്കുകയാണ് ശരിക്ക്. ചില പത്രം അതിനെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ചില പത്രങ്ങൾ വായിച്ചു നോക്കിയാൽ മുഴുവൻ സംഭവവും അവർ വമ്പിച്ച മുന്നേറ്റത്തിലേക്ക് കുതിച്ചിരിക്കുന്ന അങ്ങനെ ഒരാശയം ഉൽപ്പാദിപ്പിച്ചു കൊടുത്താൽ പിന്നെ നാളെ എന്താകും എന്നുള്ളത് ആലോചിച്ച് നോക്കിക്കൊള്ളണം. അതാ ഉണ്ടാകാൻ പോകുന്നത്. ഇന്നിപ്പോൾ മാതൃഭൂമി പത്രം ഉൾപ്പെടെ എഴുതിയല്ലോ. അതൊക്കെ ആക്രമത്തെ പൂർണ്ണമായിട്ട് പിന്തുണക്കുന്ന നിലപാടാണ്. മാധ്യമങ്ങളൊക്കെ ഞാൻ ഇന്നലെ കേട്ടതാണ്. അവരൊക്കെ ശക്തിയായിട്ട് പറഞ്ഞത് ചരിത്രത്തിലാദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് നഗരത്തിൽ ഒരു പ്രതിഷേധം ഇതുപോലെ വന്നത് എന്ന് പറഞ്ഞാൽ കടന്നാക്രമിച്ചത് എന്ന്. അതിനെ സമന്വയത്തോടുകൂടി പോലീസ് നേരിട്ടതും ഈ രണ്ടും പ്രത്യേകതയാണ് എന്ന് പറഞ്ഞു ഇന്നലെ പല വാർത്താമാധ്യമങ്ങളും പറഞ്ഞു. പക്ഷേ ഇന്ന് പത്രത്തിൽ ചില വാർത്തകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ചിലർ പച്ചയായിട്ട് ഈ അക്രമത്തെ പൂർണ്ണമായി ന്യായീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവർക്ക് വൻ മുൻകൈ കിട്ടിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ. അതാണ് ഉണ്ടായത്. എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല. ചില മാധ്യമങ്ങൾ അത് തന്നെ അജണ്ട വെച്ച് പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു കുഴപ്പമില്ല. അത് യാത്ര അതുപോലെ തന്നെ സദസ്സുകളിലും വേറെ തന്നെ നടക്കും. അതും ഇതും തമ്മിലൊന്നും കൂട്ടിക്കൊടുക്കണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു വലിയ പരിപാടി, ലക്ഷക്കണക്കിന് ആളുകൾ, ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു പരിപാടിയുമായിട്ട് അതിൻ്റെ സമാപനത്തിലേക്ക് പോകുമ്പോൾ അതിനെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട പ്രശ്നമില്ല. അത്രയേ ഉള്ളൂ. മൈൻഡ് ചെയ്യേണ്ട പ്രശ്നമില്ല. ഡിവൈഎഫ്ഐ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല, ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണമാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിനൊന്നും പ്രശ്നമില്ലാത്തില്ല. അല്ലല്ല, ജനാധിപത്യ വിരുദ്ധമല്ല, കടന്നാക്രമണം. ഞാൻ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടേ ഇല്ല, പദവി ഉപയോഗിച്ചില്ല. ഞാൻ ഉപയോഗിച്ച പദം വ്യക്തമാണ്, കടന്നാക്രമമാണെന്നാണ്. അതെങ്ങനെയാണ് ജനാധിപത്യപരമാകുക? നിങ്ങൾ ഏതാ പത്രം? ആ, ജനം. പിന്നെ വേറെ പറഞ്ഞു കഴിയില്ല. അതല്ല അവർ തീരുമാനിക്കുന്നില്ലേ, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഒരു സംഘർഷത്തിലേക്ക് കേരളത്തെ നയിക്കുക എന്നുള്ളതല്ല. യൂത്ത് കോൺഗ്രസ്, ഗവർണർ, BJP ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സംഘർഷത്തിലേക്ക് കേരളത്തെ നയിക്കാനാണ്. പിന്നെ ക്രമസമാധാനമെല്ലാം തകർന്നു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കൃത്യമായിട്ട് പറഞ്ഞു, അത് നമ്മുടെ ഗവർണർ മുട്ടായി തെരുവിൽ മുട്ടായി വാങ്ങാനും അതുപോലെ തന്നെ മറ്റേ ഹലുവ വാങ്ങാനും പോയ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ UP ഉണ്ടാവില്ലോ. അതാ ക്രമസമാധാനത്തിൻ്റെ കൃത്യമായ അടയാളം. ഏറ്റവും നന്നായിട്ട് ക്രമസമാധാനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഏത് ഗവർണർക്കും ഏത് മിഠായി പൊടിയിലും പോയി ആരും ഇല്ലാണ്ട്, പോലീസും വേണ്ട, പട്ടാളം വേണ്ട, ഒന്നുമില്ലാണ്ട് സാധനം വാങ്ങി പോകാൻ കഴിയുന്ന ഒരു കേരളം. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത.